ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നെക്സ്റ്റ് 7 ഡേയ്സ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സർപ്രൈസ് അല്ലെങ്കിൽ സന്തോഷങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ്? 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ദ എംപ്രസിൻ്റെ എനർജി, സെവൻ ഓഫ് കപ്സ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, Knight of Swords, Queen of Swords, Four of Swords, ഹെറോഫന്റ്, വൈസ് കൗൺസിലറാണ്. ത്രീ ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻഡ്സ് ആണ്. കിങ് ഓഫ് വാൻഡ്സ് എനർജി, വാൻഡ്സ് ഫയർ സൈനാണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. ഇവിടെ നിങ്ങൾ ഇത്ര നാളില്ലാതിരുന്ന ഒരാദരവ് നിങ്ങൾക്ക് സമൂഹത്തിൽ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപന്തിയിലേക്ക് വരുന്നുണ്ട്. അഥവാ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ പുതിയ ആശയങ്ങൾ, ഐഡിയാസ് ഒക്കെയുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഒരു കരിയർ ലൈഫിൽ ഒരു സക്സസ് തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സന്തോഷം നിങ്ങൾക്ക് പലർക്കും അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ സിക്സ് ഓഫ് വാൻഡ്സ് ആണ്. ഇത് തന്നെ നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ വിക്ടറി, നിങ്ങളുടെ സക്സസ് ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങളിവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ കരിയർ ലൈഫിൽ നിങ്ങൾക്ക് ഇതുവരെയും അർഹതപ്പെട്ട ഒരു അംഗീകാരം ലഭിച്ചിരുന്നില്ല എങ്കിൽ അത് നോക്കിയിരിക്കുന്നവർക്ക്, അതിനായിട്ട് പ്രയത്നിക്കുന്നവർക്ക്, അതിനായിട്ട് എഫേർട്ട് എടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിശയിപ്പിക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെ നിങ്ങൾക്കിവിടെ ലഭിക്കും എന്നുള്ളതാണ്. ചിലർക്ക് പ്രൊമോഷൻസ്, അതുപോലെ തന്നെ അവാർഡ്സ്, സ്കോളർഷിപ്സ്, കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക, അല്ലെങ്കിൽ അവാർഡുകൾ ലഭിക്കുന്നു. അങ്ങനെ എന്തായാലും ചില കാര്യങ്ങളിലൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഒരു കരിയർ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. ചിലപ്പോൾ റിലേഷൻഷിപ്പിലായാലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുത്തുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല ആൾക്കാരും നിങ്ങളെ തിരിച്ചറിയാൻ പോകുന്നു. നിങ്ങൾ ഏത് തരത്തിലുള്ള ആളാണ് എന്ന് അവർ ഇതുവരെയും കരുതിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിനെ നല്ല ഒരു രീതിയിലേക്ക് തിരിച്ച് അറിയാനുള്ള കഴിവ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അത്രമാത്രം മാറ്റങ്ങൾ, സന്തോഷം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ അടുത്തതായിട്ട് ഇത് എംപ്രസ് ആണ്. എംപ്രസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് സന്തോഷത്തിൻ്റെതാണ്. നിങ്ങൾക്കിപ്പോൾ ആക്ഷൻ എടുക്കാൻ സമയമായിരിക്കുന്നു. പല കാര്യങ്ങളിലേക്കും
ചിലപ്പോൾ അമ്മയാവാനുള്ള കഴിവ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിരാശയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ചില ആൾക്കാർക്ക് ഒരു സന്തോഷത്തിലുള്ള അവസരം വന്നു ചേരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹത്തിന് ഒരു സാഫല്യം വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന എനർജി. ചിലപ്പോൾ ചിലർക്കൊക്കെ ജോലിയിലേക്ക് പുതിയതായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വിവാഹം നടക്കുന്ന എനർജി ഉണ്ട്. പലർക്കും പുനർവിവാഹമാകാം, അല്ലെങ്കിൽ ഏതൊരു തരത്തിലും വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിലൊരു സന്തോഷ വാർത്ത വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികളെ നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു ക്രിയേറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളതാണ്. ആ ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. ഇത് വ്യാഴാനുഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം, സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഇതുവരെ ഇല്ലാതിരുന്ന ചില സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ജീവിതം തന്നെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് നീങ്ങും എന്നാണ് ഇവിടെ പറയുന്നത്. കുട്ടികളെ കൊണ്ട് ചിലപ്പോൾ കുട്ടികൾ എക്സാമൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് കുട്ടികളുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ അനുസരിച്ച് സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും ഇവിടെ പറയാൻ കഴിയും. സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇതുവരെയുള്ള നെഗറ്റിവിറ്റിയെ കളഞ്ഞിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് നീങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു. നിങ്ങൾക്ക് തന്നെ അതിശയം വരും നിങ്ങൾക്ക് വരുന്ന മാറ്റത്തെ ഓർത്തിട്ട്. അതുപോലെ സന്തോഷകരമായ ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജി അതുപോലെയാണ് ഇവിടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോയ്സസ് ധാരാളമായിട്ട് വരുന്നു. 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. മനസ്സിലായോ? ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ചോയ്സസ് ധാരാളം. അത് വരുന്നത് എങ്ങനെയാണ്? അവസരങ്ങൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താ വേണ്ട? ദൈവാനുഗ്രഹം. നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ തന്നെ സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ടാകുന്നു. ചോയ്സസ് വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് അവസരങ്ങൾ വരികയുള്ളൂ. തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇല്ല എങ്കിൽ തിരഞ്ഞെടുക്കാൻ കാര്യങ്ങൾ ഉണ്ടാവില്ല, അവസരങ്ങൾ വരില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ എന്തായാലും സാധ്യമാകും. നിങ്ങൾ ആ നെഗറ്റിവിറ്റി കളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ ഡിവൈൻ തന്നെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം സാധ്യമാകും. അതിനുള്ള സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. യൂണിവേഴ്സ് അതിനായിട്ട് സമയം തരുന്നു. ഇവിടെ കണ്ടില്ലേ, എൻജോയിങ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ലവ്. ഇവിടെ ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട്. 9 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സന്തോഷം, സമാധാനം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇതിനൊക്കെയുള്ള ഒരു സമയം വന്നിരിക്കുന്നു. ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ആഡംബരപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതിനുള്ള സാധ്യത വന്നിരിക്കുന്നു. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാവാം, പക്ഷെ എന്നാലും അത് കിട്ടണമെന്നില്ലല്ലോ, എപ്പോഴും അത് ലഭിക്കണമെന്നില്ലല്ലോ. പക്ഷേ ഇനി അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കാനുള്ളത്? ചിലപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ വാഹനങ്ങളോ വീടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള എനർജി ഇവിടെ ഉണ്ട്. ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക, സന്തോഷം നിറഞ്ഞ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ, ചില സാഹചര്യങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി നോക്കിയിരിക്കുന്നുണ്ട് എങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏകാന്തതയിൽ നിങ്ങൾക്ക് ഒരുപാട് ഏകാന്തത അനുഭവിച്ചു വന്നിരുന്നു എങ്കിൽ ഇനി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ കൂടുതലായിട്ടും ശുഭാപ്തി വിശ്വാസം വരികയാണ്. ഒരുപാട് പേർക്ക് പല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കണം, ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല, മടി വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇനി നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം കൈവരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കും. പുതിയ ഐഡിയാസ്, പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയെ നിങ്ങളിവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പലരിലും എല്ലാവരിലും ഉണ്ട് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത്. അത് കണ്ടെത്തുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെ വളർത്തിയെടുക്കാൻ ആർക്കും പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലസതയാണ്, കറേജ് കിട്ടുന്നില്ല.
ഇനിയിപ്പോൾ ഇവിടെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസം വേണമെങ്കിൽ, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം വേണമെങ്കിൽ എന്താണ്, കുറച്ചൊന്ന് ദൈവാനുഗ്രഹം കൂടെ ഇല്ലാതെ പറ്റില്ല. ഇനി അത് സ്വയം നേടിയെടുക്കണം, സ്വയം മോട്ടിവേറ്റ് ചെയ്ത് തന്നെ വരണം, എന്നാലേ പറ്റൂ. അതിനുള്ള ആ ഒരു ധൈര്യമുണ്ടാകണം, മനസ്സിനൊരു ധൈര്യമുണ്ടാകണം. അത് നേടിയെടുത്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നല്ല എക്സൈറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ജോലിക്കാര്യത്തിലായാലും മറ്റ് റിലേഷൻഷിപ്പിൻ്റെ ചില കാര്യങ്ങളിലായാലും നിങ്ങളെ തന്നെ അതിശയിപ്പിക്കും. അതുപോലെ തന്നെ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളിലെ കഴിവിനെ കണ്ടെത്താൻ ശ്രമിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. അതിനെ മുന്നോട്ട് കൊണ്ടുവരാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഇല്ല എങ്കിൽ എന്ത് അവസാനിപ്പിക്കണം, എന്ത് തുടങ്ങണം എന്നൊക്കെ ഉള്ളത് ആലോചിച്ചുകൊണ്ട് തന്നെ നിങ്ങളിവിടെ മുന്നോട്ട് വരുന്ന എനർജിയാണ്. അതൊക്കെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവുകയും ചെയ്യണം, മനസ്സിലാക്കുകയും വേണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായി? യൂണിവേഴ്സ് നിങ്ങൾക്കെല്ലാം തരും, പക്ഷേ അതിൻ്റെ സമയത്ത് മാത്രമേ തരൂ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കണ്ടില്ലേ, ഇവിടെ പാഷനേറ്റ്, കോൺഫിഡൻറ്റ്, ഇവിടെ നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഈ നൈറ്റ് ഓഫ് സോഡിൽ എല്ലാം ഉണ്ട്. ഒരുപാട് നിങ്ങൾ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഇവിടെ വാൺസ്, നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇവിടെ ഈ വാൺസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അതായത് ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി വരികയാണ്. ഇവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ചില കാര്യങ്ങൾ, ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ചില ആൾക്കാർ, ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ മെസ്സേജ് വരാനോ അല്ലെങ്കിൽ കോൾ വരാനോ ഒക്കെ സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടാവാം. അതിനൊരു തീരുമാനമായിരിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്കൊരു തീരുമാനത്തിന് വേണ്ടി ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്ത് ചേരുന്നുണ്ടാവാം, അടുത്ത് വരുന്നുണ്ട്. അതിൻ്റെ ആക്ഷൻ വളരെയധികം സ്പീഡിൽ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. റിലേഷൻഷിപ്പിലായാലും വളരെയധികം ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് വാൺസ് ആണ്. വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. കണ്ടില്ല? അപ്പോൾ ഇത് വളരെയധികം പാഷനേറ്റ് ആണ്. നിങ്ങളിവിടെ ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ക്യൂൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഈ ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയുന്നു, ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നീങ്ങുന്നു. ഇതുവരെ നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളതിപ്പോൾ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങളത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ആദരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും കാവൽ നിൽക്കും. എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ ആ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ നേടിയെടുത്ത ആ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുകയാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ നേടിയെടുക്കുന്നു, നിങ്ങൾ സാമ്പത്തികത്തിനുള്ള അവസരം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങൾ സ്വയം. അതിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല ചില ജോലികളിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങൾ സ്വയം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് പ്രാവർത്തികമാകാൻ തുടങ്ങുന്നു. അതിലേക്ക് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ കൈവന്നിരിക്കുന്നു. അത് പ്രാവർത്തികമാകുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലകൊള്ളാൻ സാധിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ്സും സക്സസ്സും ഒക്കെ വരുന്നത്. നിങ്ങളിപ്പോൾ ഏതൊരു ജോലിയിലേക്കാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അതുപോലെ ഡിവോഴ്സ് ആയിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ മാര്യേജ് നടക്കാൻ പോകുന്നവർക്കൊക്കെയും ഫ്രീഡം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയെന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സന്തോഷത്തെ ഉൾക്കൊള്ളാൻ കഴിയും. അതുതന്നെ ഒരു ഭാഗ്യം നിറഞ്ഞ സമയമാണ് എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ 4 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ചിന്ത ഉണ്ട് ഇവിടെ. ഒരുപാട് കാര്യങ്ങൾ സോഡ, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ അനാവശ്യകരമായിട്ട് ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള ചിന്തകളും ഉണ്ട്. എപ്പോഴും ചിന്തിച്ച് ഇരിക്കുന്ന എനർജി അത് അനാവശ്യമാണെങ്കിൽ എന്തിനാണ്? അത് നിങ്ങളെ വീണ്ടും വീണ്ടും കുഴപ്പത്തിലാക്കുകയേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് തരാനുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് സമയമാവണം. മനസ്സിലായോ? അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ലെസൺസ് തരും. ഈ 4 ഓഫ് സോഡ് എന്ന് പറയുന്ന എനർജി നിങ്ങൾക്ക് അനാവശ്യകരമായ ചിന്തകളെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് വടംവലിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ, പുറത്തോട്ട് നിങ്ങൾ നീങ്ങി വരണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാതെ പറ്റില്ല. ഇല്ല എങ്കിൽ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നിങ്ങൾ കടന്നു പോവുകയേ ഉള്ളൂ. സക്സസ് വരില്ല. സക്സസ് വരണമെങ്കിൽ എന്താണ്? ഈ ഒരു എനർജിയെ നിങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ റിലീസ് ചെയ്യൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്. അഥവാ ഇനി നിങ്ങൾ കൂടുതൽ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം. മനസ്സിലായി? എങ്ങനെയായാലും റെസ്റ്റ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് വന്നാലും നിങ്ങൾക്ക് മുന്നിലായിട്ടൊരു പ്രകാശമുണ്ട്. എല്ലായ്പ്പോഴും നിങ്ങൾ ഇരുളിൽ കഴിയുകയില്ല. ഇത് പല കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ശക്തി, ഈ പ്രപഞ്ചം നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കൂട്ട് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് തരും. മനസ്സിലായോ? അത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായ സക്സസ്, അനുഭവിക്കേണ്ടതായ ചില ലെസൺസ്, പഠിക്കേണ്ടതായ ചില ലെസൺസ് അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു കറകളഞ്ഞ, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി മുഴുവൻ കളഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കൂ. അതാണ് പറയുന്നത്. പല സാഹചര്യങ്ങൾ, പല റിലേഷൻഷിപ്പായി തന്നെ എന്താണ്, പല സ്നേഹബന്ധങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവും. ബന്ധങ്ങൾ മാറി മാറി ഉണ്ടാവാം. അതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടാവും. ഓരോ ബന്ധങ്ങളിൽ നിന്നും, സുഹൃത്ബന്ധമാകാം, റിലേഷൻഷിപ്പിലെ ബന്ധങ്ങൾ, അല്ലെങ്കിൽ പല തരത്തിലുള്ള ബന്ധങ്ങളുമാകാം, അവിടെയൊക്കെ നിങ്ങൾക്ക് തോൽവിയായിരിക്കാം, ചിലപ്പോൾ പരാജയമായിരിക്കാം സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇത്രമാത്രം ഈ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഓരോ തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് ഓരോ തരത്തിലുള്ള പാഠം പഠിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, വീണ്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ചാൻസ് ദൈവം തന്നെ നിങ്ങൾക്ക് തരും. പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരും. അതിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് തന്നെ നിങ്ങൾക്കിവിടെ ലഭിക്കും. നിങ്ങൾ പിന്നീടാണ് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. പ്രപഞ്ചത്തെ അറിയണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് വരും. കാരണം എന്താണ്, കുറച്ച് ഉൾവിളികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ്, ഉൾവിളികൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് അതിനെ കുറച്ചും കൂടെ എന്താണ് വിപുലീകരിച്ചിട്ട് അതിനെ കുറച്ചും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ നോക്കിയിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകും. ഇവിടെ ഹെറോഫൻ്റ് എനർജിയാണ്. ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള കണക്ഷനിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും. ദൈവികമായ ചിന്തകളിലൂടെ നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട്. ആ ദൈവിക ചിന്ത നിങ്ങളിലേക്ക് മംഗളകരമായ കർമ്മങ്ങളെ കൊണ്ടുതരുന്നതാണ്. പലർക്കും ഇവിടെ വിവാഹം നടക്കാനുള്ള എനർജി ഉണ്ട്. മനസ്സിലായി? ഇവിടെ പറഞ്ഞാൽ എംപ്രസിൻ്റെ എനർജി അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് വരും. മറ്റുള്ളവർക്ക് പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ നല്ല വഴിയിലേക്ക് നയിക്കാനുള്ള ചില കഴിവുകൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് സ്വയം ഒരു ബോധമില്ലാതിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഇത്രമാത്രം വളരെ വലിയൊരു അവസ്ഥയിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. മനസ്സിലായോ? ഒരുപാട് സംഗതികളെ മനസ്സിലാക്കാൻ, പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ, സ്വയം മനസ്സിലാക്കാൻ, എന്താണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാനുള്ളത്, എന്താണ് സോൾ എന്നൊക്കെ അറിയാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അത് വളരെ വലിയ ഒരു മാറ്റം തന്നെയാണ്. നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷത്തിലേക്ക് വഴിവെക്കുന്ന ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരു സർപ്രൈസ് തന്നെയാണ്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 ഓഫ് വാൻസ്, ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങൾ, ഒത്തിരി കാലം കൊണ്ടേ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം ഏതോ ഒരു കാര്യത്തിന് വേണ്ടി. അതിനുള്ള പഠനങ്ങളെല്ലാം നിങ്ങൾ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ടാവാം. എവിടെയോ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കണമെന്നായിരിക്കാം.
അല്ലെങ്കിൽ എന്തോ പുതിയൊരു സംരംഭം തുടങ്ങണമെന്നായിരിക്കാം. അത് നിങ്ങൾക്കിവിടെ സാധ്യമാകും. തീർച്ചയായിട്ടും അതിനുള്ള സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നു എന്നുള്ളതാണ്. ആ ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. അതുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എന്താണ് വേണ്ടത്, അടുത്തതായിട്ട് ഞാൻ എന്താണ് നടത്തേണ്ടത്, തീരുമാനിച്ചത് എന്താണ്, ആ തീരുമാനം നടപ്പിലാക്കാനുള്ള സമയമായിരിക്കുന്നു. അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിൽ അതിവിടെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒറാക്കിൾ കാർഡ്സ് നോക്കാവേ. ഫ്രണ്ട്ലിനെസ് ആണ് കേട്ടോ. ട്രസ്റ്റ്, മെച്യൂരിറ്റി, ദ ബർഡൻ, റൈറ്റ്നെസ്, പോസ്റ്റ്പോൺമെൻറ്റ്. ഇവിടെ പല കാര്യങ്ങൾ നിങ്ങൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നു. മനസ്സിലായി? മാസ്റ്റർ, നിങ്ങൾക്ക് പലരുടെയും മാസ്റ്റർ ആവാനുള്ള കഴിവുണ്ടാകുന്നു. ഞാനിപ്പോൾ പറഞ്ഞതല്ലോ, ഹെറോഫൻ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ളവരെ കൂടെ സ്വയം നന്നാവാനും മറ്റുള്ളവരെ നന്നാക്കാനുമുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് വളരെ വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഇവിടെ വരുന്നതായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരുടെ ഗുരുവാകാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നു. ഇവിടെ ഫ്രണ്ട്ലിനെസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള പല ആൾക്കാരും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയിൽ ഞാൻ പറഞ്ഞതാണ്, ആർക്കൊക്കെ മെസ്സേജ്, കോൾ ഒക്കെ വരാനുള്ള സാധ്യത എത്രയും പെട്ടെന്ന് അത് വരുന്നുണ്ട്. ഇവിടെ എന്താണ്? ഒരാൾക്ക് ഒരാളിനെ പിരിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ഇവിടെ സന്തോഷം, ഹാപ്പിനെസ് വരൂ. അത്തരം ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, കൂടെ ചേരുന്ന എനർജി. പിരിഞ്ഞിരിക്കുന്നവർ കൂടെ ചേരുന്ന എനർജിയാണ്. കപ്പിൾസ് ആയാലും ലവേഴ്സ് ആയാലും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയാലും ഇവിടെ ഒന്ന് കൂടിച്ചേരും. തീർച്ചയായിട്ടും അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ട്രസ്റ്റാണ്, യൂണിവേഴ്സിനെ വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിലുള്ള വിശ്വാസം വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്താണ്? അത് നിങ്ങൾക്ക് സമാധാനം തരില്ല. എപ്പോഴും സംശയത്തോടു കൂടി അവരെ വീക്ഷിക്കുക, എപ്പോഴും സംശയത്തിൻ്റെതായ ചില സംസാരങ്ങൾ തൊടുത്ത് വിടുക, ഇതൊന്നും പാടില്ല. നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, പരസ്പരം പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പഠിക്കുക ആദ്യം തന്നെ. മനസ്സിലായോ? പിന്നീട് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. എന്നാലും വിശ്വാസം എന്ന് പറയുന്നതിന് ഒരു വലിയ വിലയുള്ളതാണ്. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിൽ തന്നെയും വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെയും എന്താണ്? നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ തുടങ്ങും. നിങ്ങളുടെ ബന്ധത്തിലായാലും ആ ഒരു വിശ്വാസം അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ മെച്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പുറപ്പെടും. ഒന്നും ഒരു കുട്ടികളിലെ വെറുതെ പാഴ്വാക്കുകൾ അല്ലെങ്കിൽ വെറുതെ ഒന്നും പറഞ്ഞു നേടാൻ ശ്രമിക്കാൻ പാടില്ല. മനസ്സിലായി? അതായത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഉറപ്പ് വേണം. എന്തെങ്കിലും വാക്കുകൾ പറയുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു നല്ല ഒരു വാല്യൂ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ബർഡനാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ഒരുപാട് ഭാരം ചുമക്കുന്ന പല ആൾക്കാർക്കും അതിനെ താഴെ വയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ്. നിങ്ങളുടെ തോളിലിരിക്കുന്ന ആ ഒരു വിടുപ്പുകെട്ട് ഒന്ന് താഴെ വെച്ചിട്ട് പുതിയൊരു ജന്മത്തിലേക്ക് വരൂ, പുതിയൊരു തുടക്കത്തിലേക്ക് വരാനുള്ള സമയം ആയിരിക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിച്ചുള്ള ജീവിതം മതിയാക്കുക. ഇനി സ്വയം ചില തീരുമാനങ്ങൾ എടുക്കുക. സ്വന്തമായ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സാധ്യമാകും. കാരണം ഇവിടെ എന്താണ്? റൈറ്റ്നെസ് ആണ്, ഫ്രൂട്ട്ഫുൾ ആണ്. കണ്ടില്ലേ? ഇവിടെ സഫലത വരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നു, സ്വപ്നങ്ങൾ സഫലമാകാൻ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാറ്റിവെക്കണമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും മാറ്റിവെക്കാതെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലരും മടി പിടിച്ചിട്ട് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് പല കാര്യങ്ങളും മാറ്റിവെക്കും. പക്ഷെ അതിനിവിടെ ആവശ്യമില്ല. ചെയ്യേണ്ട ജോലികൾ അപ്പോൾ തന്നെ ചെയ്തു തീർക്കുകയാണ് വേണ്ടത്.
മനസ്സിലായോ? അങ്ങനെയാണ് നിങ്ങളിലേക്ക് സന്തോഷവും സമാധാനവും വരുന്നത്. ഇവിടെ സ്വപ്നങ്ങൾ പലർക്കും സാക്ഷാത്കരിക്കും. നിങ്ങളുടെ ഡ്രീംസ് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ, ഉപേക്ഷ വിചാരിക്കില്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.